ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. അവിടെ നീച്ച് വന്നതിൻ്റെ നല്ല മഴ, അതുപോലെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുത്ത കാറ്റും ഉണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ രാവിലത്തെ കട്ടൻ ചായ മഴയൊക്കെ കണ്ടിട്ട് നട്സൊക്കെ കൂട്ടിയിട്ട് കഴിക്കരുത്, അങ്ങനെ കുടിച്ചും കൊണ്ട് നിൽക്കുകയാണ്. നല്ല മഴ ഉണ്ട് കേട്ടോ, നല്ലതായിട്ട് പെയ്യുന്നുണ്ട്. വീഡിയോയിൽ കണ്ടിട്ട് അറിയാനിട്ടാണ്. അങ്ങനെ മഴയും കണ്ട് ചായം കുടിച്ച് പതിവ് പോലെ ഇതാ ഒരടുപ്പിൽ ചോറ് തീമിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ അപ്പം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഓരോ പണി കേട്ടോ. ഇന്നലെ രാത്രി കൊണ്ടുവന്ന പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെയാണ്. ഞാൻ ഫ്രൂട്ട്സ് വേഗം പിന്നെ കവറിൽ നിന്നെടുത്ത് ഈ ഫ്രൂട്ട്സിൻ്റെ ബാസ്ക്കോട്ടേക്ക് ഇട്ടു. പച്ചക്കറികൾ അതുപോലെ കിടക്കാണ് കവറിൽ തന്നെ, ഞാൻ മാറ്റിയിട്ട് പോലും ഇല്ല. ഇന്നലെ രാത്രിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ വേഗം തട്ടി കിടന്നുറങ്ങി. രാത്രി കുറേ കഴിഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ. നാളെ ശരിയാക്കി എഴുതിയിട്ട് അങ്ങനെ കിടന്നുറങ്ങി. ഈ ഫ്രൂട്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. എനിക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടം. ഇന്നലെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞങ്ങൾ 2 എണ്ണം കഴിച്ചു. അത്രക്കും ടേസ്റ്റാണ് എനിക്കത്. പച്ചക്കറിയൊക്കെ ഞാൻ കവറിൽ നിന്ന് മാറ്റി ഇപ്പോൾ മുറത്തേക്ക് ഇട്ടേക്കാണ്. ഇതാ അങ്ങനെ മുറത്തേക്ക് ഇട്ടേക്കാണ്. ഞാൻ സാവധാനം ഫ്രിഡ്ജിക്ക് മാറ്റും. കുറേ പച്ചക്കറി ഇല്ലല്ലേ, പുറത്ത് കുറേ ദിവസമൊന്നും നിൽക്കില്ല, അപ്പോൾ കേട് വരും. അതുകൊണ്ട് ഞാൻ കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിക്ക് തന്നെ മാറ്റി വെക്കും. അപ്പോൾ മോൾക്ക് ഇന്ന് കൊടുത്തേക്കുന്ന ലഞ്ചാണ് കേട്ടോ കാണുന്നത്. ഇതാ ഞാൻ പയർ ഉപ്പേരി വെച്ചിട്ടുണ്ട്, ഒരു നെല്ലിക്കൊരു സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കോളിഫ്ലവർ പൊരിച്ചതുമാണ് ഇന്ന് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കാനല്ലേ തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എനിക്കിന്ന് മീൻ കിട്ടിയത് ഇതാണ്, മാന്തൽ മീനാണ് കേട്ടോ. നന്നാക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ 2 ഭാഗത്തെ തൊലിയും കളയും. പക്ഷേ ഇങ്ങനെ എനിക്ക് നന്നാക്കി കൊണ്ടുവരുമ്പോൾ ഒരു ഭാഗത്തെ തൊലി മാത്രമേ കളയിലുള്ളൂ. അപ്പോൾ അതൊന്നും കൂടി ശരിയാക്കി എടുക്കാണ്ട്. അപ്പോൾ അതൊന്ന് പറഞ്ഞാൽ അധികം വെക്കില്ല കേട്ടോ. തലേ ദിവസം ഞാൻ മസാല കൂട്ടി വെച്ച മീൻ ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ ഇതെടുക്കാമെന്ന് കരുതി. പക്ഷേ ഇത് ഞാൻ മസാല കൂട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ എടുക്കരുത്. അങ്ങനെ വെള്ളരിക്കൻ്റെ ഒരു കഷ്ണം ഉണ്ട് ബാക്കി, തൊലി കളഞ്ഞു വെച്ചത്, പരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഞാനൊരു കറി ചോറുക്കുള്ള ഉച്ചക്കത്തെ കൂട്ടാനൊക്കെ റെഡിയാക്കട്ടെ. എന്നിട്ട് ഞാൻ ഫൈനൽ ലുക്ക് കാട്ടിത്തരാം. അപ്പോൾ എൻ്റെ ഉച്ചക്കത്തെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറ്, വെള്ളരിക്കും പരിപ്പ് വെച്ചിട്ടുള്ള കറിയും, പിന്നെ പയറുപ്പേരി വെച്ചിട്ടുണ്ട്, മീനും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഫ്രിഡ്ജിൽ നന്നാക്കി വെച്ച മീനായതുകൊണ്ടാവാം ഇന്ന് മറിച്ചിട്ടപ്പോൾ ഒന്ന് ശരിക്കും കിട്ടണില്ല. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു പൊട്ടലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഉച്ചക്കത്തെ ഫുഡിൻ്റെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.